അമീറുൽ ഇസ്ലാം. അമീറുൽ ഇസ്ലാം ജിഷ വധക്കേസിലെ പ്രതിയാണ്. ജിഷ വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതി. ഈ അമീറുൽ ഇസ്ലാം ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ച് പറയുകയാണ്, ഞാൻ നിരപരാധിയാണ്, എന്നെ വെറുതെ വിടണം, എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ എനിക്കൊരു അവസരം തരണം എന്ന് പറയുകയാണ്. അമീറുൽ ഇസ്ലാമിനെ പൊടുന്നനെ ഒരു ദിവസം നമ്മുടെ പോലീസ് പിടിച്ചുകൊണ്ടുവന്ന ഒരു പ്രതിയാണ്. അന്നേ പല ആൾക്കാരും സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു, അമീറുൽ ഇസ്ലാം ആണോ ഇതിൽ പ്രതി എന്നുള്ള രീതിയിൽ. കാരണം ഇത്തരത്തിൽ ഉള്ള ഒരു വ്യക്തിക്ക്, കാരണം അമീറുൽ ഇസ്ലാമിൻ്റെ അന്നത്തെ ആ ലുക്ക് കണ്ടിട്ട് പല ആൾക്കാരും പറഞ്ഞു ഇയാൾക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ള രീതിയിൽ. പോലീസ് പിടിച്ചുകൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രതിയല്ല, ഒരു നിരപരാധിയായിരിക്കാനാണ് സാധ്യത കൂടുതൽ എന്ന് പറയുന്നുണ്ടായിരുന്നു അന്ന് പല ആൾക്കാരും. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ സംശയത്തിൻ്റെ ആഴം കൂടിക്കൂടി വന്നു. പോലീസിൻ്റെ പല കാര്യങ്ങളും സമൂഹത്തിലെ പല ആൾക്കാരും ചോദ്യം ചെയ്തു തുടങ്ങി. എങ്കിലും അമീറുൽ ഇസ്ലാം ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. എന്നാൽ അമീറുൽ ഇസ്ലാം ഇപ്പോൾ ലൈംലൈറ്റിലേക്ക് വന്നിരിക്കുന്നത് സുപ്രീം കോടതിയെ പുള്ളി സമീപിച്ചത് കൊണ്ടാണ്. ഷാമിന് എന്താണ് തോന്നുന്നത്? പുള്ളിക്കാരൻ നിരപരാധിയാണോ അല്ലെങ്കിൽ അപരാധിയാണോ? ഇത് 2016 ഏപ്രിൽ 28 കുറുപ്പുംപടിയിൽ, എറണാകുളത്തെ കുറുപ്പുംപടിയിൽ ഈ സംഭവം ഉണ്ടാകുന്നു. ഒരു നിയമ വിദ്യാർത്ഥിനിയായിട്ടുള്ള ജിഷയുടെ മൃതശരീരം രാത്രി 8:30 അവരുടെ മാതാവ് ഈ കനാൽ പുറമ്പോക്കിലെ വീട്ടിൽ കണ്ടെത്തുകയായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ കേസ് വലിയ രീതിയിൽ 2 ദിവസങ്ങൾക്ക് ശേഷം ഈ കേസ് പ്രത്യേക അന്വേഷണം SIT രൂപീകരിക്കപ്പെട്ടു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസിൽ രൂപീകരിക്കപ്പെടുകയും ഇതിൻ്റെ അന്വേഷണം നടക്കുകയും ഒക്കെ ചെയ്ത് ഒടുവിൽ ജൂൺ മാസം 14 കേരള തമിഴ്നാട് ബോർഡറിൽ നിന്നും ഒരു അസം സ്വദേശിയെ തങ്ങൾ പിടികൂടിയിരിക്കുന്നു എന്ന് കേരള പോലീസ് അറിയിച്ചതോടുകൂടി ഈ കേസിൻ്റെ 2ാമത്തെ തലത്തിലേക്ക് ഉയർന്നു. ഇവിടെ പല സംശയങ്ങളും ഈ അമീർ ഉൽ ഇസ്ലാം എന്ന് പറയുന്ന അസം സ്വദേശിയെ സംബന്ധിച്ച് ഉണ്ട്. അത് ഈ കേസിന്റെ സമയത്ത് അവിടുത്തെ ഈ കേസ് റിപ്പോർട്ട് ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് പല സംശയങ്ങളും ഈ കേസിൽ ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, സംഭവം ഉണ്ടാക്കുന്നത് ഏപ്രിലിലും പ്രതിയെ പിടിക്കുന്ന ജൂണിലുമാണ്. ഇതിനിടയ്ക്ക് ഒട്ടനവധി സംഭവങ്ങൾ നടന്നു. ഇതൊക്കെ ഒരു അസം സ്വദേശിയെ, ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊണ്ട് നടക്കുമോ എന്നതാണ് ആദ്യത്തെ കാര്യം. ഈ പെൺകുട്ടി മരണപ്പെട്ട ശേഷം അസമയത്ത്, അതായത് പൊതുശ്മശാനത്തിന്റെ സമയപരിധി കഴിഞ്ഞതിന് ശേഷമാണ് ഈ പെൺകുട്ടിയുടെ മൃതശരീരം സംസ്കരിച്ചത്. ഒരു അസം സ്വദേശി വിചാരിച്ചു കഴിഞ്ഞാൽ പ്രധാന തെളിവായിട്ടുള്ള പെൺകുട്ടിയുടെ പ്രേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃതദേഹം സംസ്കരിക്കാൻ സാധിക്കുമോ പൊതുശ്മശാനത്തിൽ? അങ്ങനെയാണെങ്കിൽ ആ തദ്ദേശ സ്ഥാപനത്തിന്റെ അടക്കം, അത് നിൽക്കുന്ന തദ്ദേശ സ്ഥാപനത്തിന്റെ അടക്കമുള്ള പ്രത്യേക അനുമതി നേടിയ ശേഷം മാത്രമേ ഈ ഒരു മൃതശരീരം സംസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല പോലീസ് കണ്ണടയ്ക്കണം. പ്രത്യക്ഷത്തിൽ തന്നെ കൊലപാതകമാണ്. പ്രത്യക്ഷത്തിലുള്ള കൊലപാതകം. ഈ പെൺകുട്ടി കൊല്ലപ്പെട്ടതാണെന്ന് വളരെ വ്യക്തമാണ്. ആന്തരികാവയവങ്ങൾ പുറത്തു വന്നിരുന്നു. ശരീരത്തിൽ കടിയേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. അടിച്ച് ചതച്ച പാടുകൾ ഉണ്ടായിരുന്നു. വസ്ത്രം കീറിയിരുന്നു. അറ്റംപ്റ്റ് റേപ്പിനുള്ള ശ്രമം, ബലാത്സംഗത്തിനുള്ള ശ്രമം നടന്നിരുന്നു. ഇതൊക്കെ നടന്ന ഒരു കേസിൽ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒളിവിൽ കഴിയുന്ന അസം സ്വദേശിയെ കൊണ്ട് പ്രധാന തെളിവായിട്ടുള്ള പ്രേതം സംസ്കരിക്കാൻ സാധിക്കുമോ? ഇത് നമ്മൾക്ക് ഒരു സാധാരണ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 2ാമത്തെ കാര്യം, ഈ കേസിലെ കുറുപ്പുംപടി സ്റ്റേഷനിലെ ചില തെളിവുകൾ അവിടെ നിന്നും തിരിമറി നടത്തി. ഈ ഒരു ഇടവേളയിൽ ഇത് ഒരു അസം സ്വദേശിയായിട്ടുള്ള അമീറുൽ ഇസ്ലാം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമാണോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തിരുത്തുകൾ വന്നു. ഇത് അമീറുൽ ഇസ്ലാം വിചാരിച്ചാൽ നടക്കുമോ? അതൊക്കെ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ആ 2 മാസം ഒളിവിൽ കഴിഞ്ഞ പ്രധാനപ്പെട്ട ഈ കേസിലെ പ്രതിയായിട്ടുള്ള ഒളിവിൽ പോയ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ഫോറൻസിക് സർജനെ സ്വാധീനിക്കുവാനും കുറുപ്പുംപടിയിലെ SHOയെ സ്വാധീനിക്കുവാനും പൊതുശ്മശാനം സംസ്കാരം നടത്തുന്നതിന് വേണ്ടി പോലീസിനെയും അതോടൊപ്പം തന്നെ അതിന്റെ ചുമതലയുള്ള ഏത് ഭരണ വിഭാഗമാണോ, തദ്ദേശ സ്ഥാപനമാണെങ്കിൽ അതിന്റെ അധികാരിയെ സ്വാധീനിക്കുവാൻ സാധിക്കുമോ? ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഈ ഫോറൻസിക് സർജന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഒരു മൃതദേഹം ഒരു ഫോറൻസിക് സർജന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫോറൻസിക് സർജന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ ഇത് എങ്ങനെയാണ് മൃതദേഹം, എങ്ങനെയാണ് ഇത് മരണപ്പെട്ടതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ ആ ഫോറൻസിക് സർജൻ പറയണ്ടേ ഇത് സംസ്കരിക്കാൻ പാടില്ല, അതായത് കത്തിച്ചു കളയാൻ പാടില്ല, നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഫോറൻസിക് സർജൻ എന്ന് പറയുന്നത് പ്രേതത്തിന്റെ മൊഴി കേൾക്കുന്ന ആളാണ്. മരിച്ചയാൾ ഫോറൻസിക് സർജനോട് മൊഴി പറയുന്നതാണ് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. നമുക്ക് അതിനെ ആ രീതിയിൽ മലയാളത്തിൽ ഉപയോഗിക്കാം. മരിച്ചുപോയ ഒരാൾ എന്റെ മരണകാരണം എന്താണ് എന്ന് ഒരു ഫോറൻസിക് സർജനോട് മൊഴിയായി പറയുന്നു. അതാണ് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് പോസ്റ്റ്മോർട്ടത്തെ നമുക്ക് അങ്ങനെ വിശദീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് അടുത്ത് ഫോറൻസിക് സർജൻ പറഞ്ഞിട്ടുണ്ട്.
ഈ കാര്യങ്ങൾ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് കൊലപാതകമാണെന്ന് പ്രൈമറി അസംഷൻ. ഇത് ഒരു പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് ഒരാൾ വരുമ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പോസ്റ്റ്മോർട്ടം ഡീറ്റെയിൽഡ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രിന്റഡ് കൊടുക്കാറുള്ളത്. അതേസമയം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെ അകത്തേക്ക് വിളിക്കുന്ന ഫോറൻസിക് സർജൻ ഇതിന്റെ പ്രൈമറി അസംഷൻ, അതായത് പ്രാഥമിക നിഗമനം അദ്ദേഹത്തിന്റെ എന്താണെന്ന് പറയും. മരണകാരണം എന്നതായിരിക്കാം എന്നുള്ള കാര്യം പറയും. അതിൽ നിന്ന് ഒരു വ്യത്യാസവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സാധാരണഗതിയിൽ വരാറില്ല. മരണകാരണം ഇങ്ങനെയാണെന്നൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയും. പിന്നീടുള്ള മുറിവിന്റെ ആഴം, മുറിവിന്റെ എണ്ണം, ഇതൊക്കെയാണ് ഡീറ്റെയിൽഡ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയാറുള്ളത്. ബാക്കിയെല്ലാം ഈ മരണകാരണം എന്ന് പറയുന്നത് വളരെ കൃത്യമാവാറുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സർജന്റെ തീരുമാനങ്ങൾ ചില കേസുകളിൽ അത് തെറ്റിപ്പോകാറുമുണ്ട്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ തെറ്റിപ്പോയ കേസുകളും ഇവിടെ പല കേസുകളും ഇവിടെ സംഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇവിടെ ഒരു തവണ തിരുത്തപ്പെട്ടു എന്നുള്ള വിവാദം ഉയർന്നു. ഇതൊക്കെ ഇയാൾ വിചാരിച്ചാൽ നടക്കും. ഇയാളെ പിടിക്കുന്നത് ജൂൺ 14 തീയതിയാണ്. അതിനു മുമ്പ് തന്നെ ഇയാളെ പിടിക്കുവാനുള്ള മൊഴിയായി പോലീസ് പറയുന്നത് ഒരു ചെരുപ്പ് കടക്കാരന്റെ മൊഴിയാണ്. ഒരു ചെരുപ്പ്, അതായത് പിന്നെ ജിഷയുടെ വീടിന് സമീപത്ത് നിന്ന് ഒരു ചെരുപ്പ് കിട്ടിയെന്നും ആ ചെരുപ്പ് അമീറുൽ ഇസ്ലാമിൻ്റെതാണെന്നും അയാളുടെ അളവിലുള്ളതാണെന്നും അതിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയെന്നും മൊഴിയുണ്ട്. ഇത് ഒരു തോട്ടിൽ നിന്ന് അവിടുത്തെ കനാലിൽ നിന്നാണ് ഇത് ലഭിക്കുന്നത്. കനാലിന്റെ നിന്ന് ലഭിക്കുന്നത് വെള്ളത്തിൽ കിടന്ന, മഴ പെയ്ത് വെള്ളത്തിൽ കിടന്ന ആ ചെരുപ്പിൽ നിന്ന് രക്തക്കറ ഇവർക്ക് എങ്ങനെ കിട്ടി? അതൊരു പ്രധാനപ്പെട്ട സംശയമാണ്. പിന്നെ DNA ഇവർ കിട്ടിയെന്ന് പറയുന്നു. സംസ്കരിച്ചു പോയ, അതായത് സംസ്കരിക്കപ്പെട്ട ഒരു മൃതദേഹത്തിൽ നിന്നും എങ്ങനെ ഇവർക്ക് DNA ലഭിക്കുന്നു എന്നുള്ള കാര്യം ഇവർ പറയുന്ന ഒരു കാര്യം. ജിഷയുടെ ശേഖരിക്കപ്പെട്ടിട്ട് പെടാത്തൊരു സാധനമാണ്. സംസ്കരിക്കുന്നതിന് മുമ്പ് അത് ശേഖരിച്ചതായിട്ട് ഫോറൻസിക് സർജൻ പറയുന്നില്ല. നഖത്തിൽ നിന്ന് കിട്ടിയതായിട്ട് പറയുന്നില്ല. ഉമിനീർ കിട്ടിയത് വസ്ത്രത്തിൽ നിന്നാണ്. ജിഷയുടെ വസ്ത്രത്തിൽ നിന്നാണ് ഉമിനീർ കിട്ടിയത്. DNA കിട്ടിയിരിക്കുന്നത് ജിഷയുടെ ഇതിൽ നിന്നാണ്, പിന്നെ സ്ലൈഡിൽ നിന്നാണ്. അതേ DNA ജിഷയുടെ നഖത്തിനിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുകയും ചെയ്യുന്നുണ്ട്. സംസ്കരിക്കപ്പെട്ട ശേഷം പിന്നെ എങ്ങനെയാണ് ഈ നഖത്തിൽ നിന്ന് DNA കണ്ടെത്തിയത്? അതിന് മുൻപേ ശേഖരിച്ചതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അതിനു മുമ്പ് ഉന്നയിക്കപ്പെട്ടതാണ്. പിന്നെ ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ സൂപ്പർവിഷൻ, ഇതിന്റെ ഈ കേസിന്റെ ചുമതലയിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനല്ല, ആ സമയത്ത് DGP ആയിട്ടുള്ള TP സെൻകുമാർ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സുപ്രീം കോടതിയിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം ഇതാണ്: ജിഷ വധക്കേസിൽ തെളിവുകൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിൽ അന്വേഷണ സംഘത്തിന് വീഴ്ച സംഭവിച്ചു. അന്നത്തെ DGP സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന എന്താണ് ഈ പറയുന്ന സത്യവാങ്മൂലമാണ്. പിന്നീട് ഒരാൾ കൊടുത്ത് അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. രണ്ടാമതൊരു കാര്യം, കേസിന്റെ അന്വേഷണത്തിൽ പാളിച്ചയുണ്ടെന്ന് അന്നത്തെ വിജിലൻസ് ഡയറക്ടറായിട്ടുള്ള ജേക്കബ് തോമസ് മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചിരിക്കുന്നു. പിന്നീട് ഈ കേസ് ആദ്യം അന്വേഷിച്ചത് യതീഷ് ചന്ദ്രയാണ്. അദ്ദേഹമാണ് റൂറൽ SP ആയിട്ടുള്ള യതീഷ് ചന്ദ്രയും അദ്ദേഹത്തിന്റെ ടീമുമായിരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ക്രിയേറ്റ് ചെയ്യുകയും ഈ കേസിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും പെട്ടെന്ന് ഒരു ദിവസം അവരെ മാറ്റിക്കൊണ്ടാണ് PN ഉണ്ണിരാജ എന്ന് പറയുന്ന അന്നത്തെ ക്രൈംബ്രാഞ്ചിന്റെ SP ഈ കേസിന്റെ അന്വേഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ അതെ. പിന്നെ ഈ കേസ്, ഈ പ്രതിയെ പിടികൂടുന്നതിന് മുമ്പ് ഈ ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ ടീം ബംഗാളിലെ മുർഷിദാബാദിലേക്ക് പോയി. അതാരെ പിടിക്കാനാണ്? അത് ഇവർ പോയിരിക്കുന്നത് 2016 മെയ് 16 തീയതിയാണ്. അമീറുൽ ഇസ്ലാമിനെ പിടിക്കുന്നത് ജൂൺ 14 തീയതിയാണ്. പിന്നീട് ഇതിലെ ഫോറൻസിക് സർജൻ പറഞ്ഞിരിക്കുന്നത് ഈ ഫോറൻസിക് സർജൻ കൊടുത്തിരിക്കുന്ന തെളിവും അമീറുൽ ഇസ്ലാമിന്റെ കാര്യവുമായി യാതൊരു ബന്ധവുമില്ല. ഫോറൻസിക് സർജൻ പറഞ്ഞതിന് വളരെ വിരുദ്ധമായിട്ടുള്ള പ്രതിയാണ് ഇവർ കണ്ടെത്തിയ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന പ്രതി. പിന്നീട് ഈ പറയുന്ന ഈ ചെരുപ്പിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ DNA എന്ന് പറയുന്ന കാര്യം പറഞ്ഞു. ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ അസം സ്വദേശികളായിട്ടുള്ള ക്രിമിനൽസിന് ഒരു പ്രത്യേകതയുണ്ട്. ക്രിമിനലായിട്ടുള്ളവർ അവർ കൊലപ്പെടുത്തുന്നത് കഴുത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ച്, കത്തി പോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആഴത്തിൽ മുറിവേൽപ്പിക്കും, അല്ലെങ്കിൽ അവർ തല അടിച്ചു പൊളിക്കും. അങ്ങനെയാണ് അവരുടെ കൊലപാതകത്തിന്റെ രീതി. അതായത് തലച്ചോറ് പുറത്ത് വരും. വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് ഈ അസം സ്വദേശികൾ നടത്താറുള്ളത്. വളരെ ക്രൂരമായിരിക്കും. ഇപ്പോൾ ഇത് കേൾക്കുന്നവർ വിചാരിക്കും ഇതെന്താണ് കൊലപാതകത്തിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ടോ എന്ന് ചോദിക്കും. ക്രിമിനൽസിന് ഒരു പാറ്റേൺ ഉണ്ട്. അത് ക്രിമിനോളജിയിലുള്ള സാധനമാണ്. ഈ കുറ്റകൃത്യത്തിലുള്ള ഒരു സാധനമാണ്. ക്രിമിനൽസ് ഈ നല്ല പോലെ ക്രൂരമായ കൃത്യം ചെയ്യാൻ മനസ്സുള്ള ഒരാൾ ചെയ്ത കൃത്യമാണിത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ചെയ്യുമ്പോൾ അതിന് സമാനമായിട്ടുള്ള കാര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മൈൻഡുള്ള ഒരാൾക്ക് ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. പിന്നീട് ഇദ്ദേഹത്തിന് 2017 ഇദ്ദേഹത്തിന്റെ വധശിക്ഷ വിധിക്കുന്നത്, വിചാരണ കോടതി വിധിക്കുന്നത്.
പിന്നീട് ഇദ്ദേഹം ഹൈക്കോടതിയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഹൈക്കോടതിയിൽ തന്റെ വധശിക്ഷയെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ എത്തുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ ഈ തർക്കമുണ്ടായിരുന്നു. യതീഷ് ചന്ദ്രയെ മാറ്റി. പിന്നീട് ബി സന്ധ്യ IPS ADGP വന്നു. അവർ പിന്നീട് പറഞ്ഞത് അവർ പുസ്തകങ്ങൾ പലതും റെഫർ ചെയ്തിട്ടാണ് താൻ പ്രതിയിലേക്ക് എത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു. പിന്നീട് ഇതിലൊരു അന്വേഷണ ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഒരു അദ്ദേഹമാണ് പിന്നീട് മലപ്പുറത്ത് വന്ന ചാർജിൽ വരികയും മലപ്പുറത്ത് ബാറുകൾക്ക് മുന്നിൽ പിന്നെ ചെക്കിംഗ് പാടില്ല എന്ന് പറഞ്ഞ് ഉത്തരവൊക്കെ ഇറക്കി, മണ്ടൻ ഉത്തരവുകളൊക്കെ ഇറക്കി. അതുകൊണ്ട് അത് എന്തുകൊണ്ട് അങ്ങനെ ബാറുകൾക്ക് മുന്നിൽ പരിശോധന പാടില്ല, അപ്പോൾ പോലീസ് പരിശോധന പാടില്ല എന്ന് വരാനുള്ള ഉത്തരവിന്റെ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബാറുകാർ തനിക്ക് പരാതി നൽകിയെന്നാണ്. അത്തരത്തിലുള്ള മണ്ടൻ ഉത്തരവുകളൊക്കെ ഇറക്കിയ ഒരു ഉദ്യോഗസ്ഥൻ ഇതിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് ഈ കേസിൽ നിന്നിട്ടുണ്ട്. പിന്നീട് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെരുപ്പ് കടക്കാരന്റെ മൊഴി. അയാൾ പറയുന്നു അമീറുൽ ഇസ്ലാമിനെ താൻ കണ്ടു എന്ന്. പിന്നെ ഇവരാരും പറയാത്ത, പുറത്തേക്ക് വിടാത്ത ഒരു സാക്ഷി, അസം സ്വദേശിയായിട്ടുള്ള ഒരു സാക്ഷി ഉണ്ട് ഓൾറെഡി, വേറെ അസം സ്വദേശിയായിട്ടുള്ള സാക്ഷി. അയാളെ മീഡിയയ്ക്ക് മുന്നിലേക്ക് പോലീസ് വിടില്ല. അയാൾ അന്ന് തന്നെ ഇവിടെ നിന്ന് പാക്ക് ചെയ്തു. വിചാരണ 2016 സ്റ്റാർട്ട് ചെയ്ത് 2017 അവസാനിച്ച ശേഷം ഈ സാക്ഷിയെ അന്ന് തന്നെ ഇവിടുന്ന് പാക്ക് ചെയ്തത്. അയാൾ പൂർണ്ണമായിട്ടും പോലീസിന്റെ വലയത്തിൽ തന്നെയാണ് നിന്നത്. പിന്നീട് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഈ അമീറുൽ ഇസ്ലാമിനെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു പ്രതിക്കൊപ്പവും ഇടാറില്ല. ഇനി ഒരു കാരണവശാൽ ഏതാണ്ട് 10-60 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ ജയിലിൽ ഇടാറില്ല. 10-60 വർഷം കഴിഞ്ഞ ശേഷം ഇറങ്ങാൻ സാധ്യതയുള്ള പ്രതികൾക്കൊപ്പം മാത്രമേ അമീറുൽ ഇസ്ലാമിനെ ഇടാറുള്ളൂ. പിന്നീട് ഇയാൾക്ക് ജാമ്യം ലഭിക്കാൻ ഒരു കാരണവശാലും പോലീസ് അനുവാദം കൊടുത്തിട്ടില്ല. ഒരു കാരണവശാലും പരോൾ പോലും കൊടുക്കുവാനുള്ള സമയം ഇയാൾക്ക് കൊടുക്കില്ല, പോലീസ് കൊടുക്കാറില്ല. പുറത്തേക്ക് ഇയാളുടെ കഥകളൊന്നും വരാൻ സമ്മതിക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇയാളെ പരമാവധി അതിൽ ഇപ്പോൾ ഇയാൾ കൊണ്ടുപോയി എൻ്റെ കേസ് പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് പെട്ടെന്ന് തന്നെ എടുത്ത നടപടി എന്താണെന്നറിയാമോ? ഇയാളുടെ വധശിക്ഷ നടപ്പാക്കാൻ അനുമതി വേണമെന്ന് പറഞ്ഞിട്ട് പോലീസ് ഹൈക്കോടതിയിലേക്ക് പോയി. ആ പോലീസ് പറഞ്ഞ് ഹൈക്കോടതിയിലേക്ക് പോയപ്പോൾ ഇയാളുടെ വാദവും രണ്ടും ഒരേ ദിവസമാണ് ഇതിന്റെ വിധി വരുന്നത്. എനിക്കൊന്ന് മെയ് 20 തീയതിയാണെന്ന് തോന്നുന്നു. മെയ് 20 തീയതിയാണ് ഇതിന്റെ വിധി വരുന്നത്. മെയ് 18 തീയതി ഈ കേസിൽ മെയ് 20 തീയതി ഞങ്ങൾ ഇത് വിധി പറയുമെന്ന് ഹൈക്കോടതി പറയുകയും മെയ് 20 തീയതി വിധി പറയുകയും ചെയ്തു. ഇയാളുടെ വധശിക്ഷ ശരിവെച്ചുകൊണ്ട് ഇപ്പോൾ ഇയാൾ പോയിരിക്കുന്നത് സുപ്രീം കോടതിയിലേക്കാണ്. സുപ്രീം കോടതിയിൽ പോയാലും ഇയാളുടെ കേസിൽ നിന്ന് ഇയാൾക്ക് ഊരി വരാൻ പറ്റുമോ എന്നുള്ളത് വലിയ സംശയമുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളാണ് കൊണ്ടുപോയി പോലീസ് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ജിഷയുടെ വസ്ത്രത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന ഉമിനീര് DNA ആണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വരുന്ന മറ്റൊരു സംശയം, ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഒരു എർത്ത് പൈപ്പ് കണ്ടെത്തിയിരുന്നു. ഈ മരിച്ച ജിഷയുടെ വീടിന്റെ പരിസരത്ത് നിന്ന് എർത്ത് പൈപ്പ് കണ്ടെത്തിയിരുന്നു. ആ എർത്ത് പൈപ്പ് പരിശോധിക്കപ്പെട്ടിട്ടില്ല. ആ എർത്ത് പൈപ്പ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഭൂമിയിൽ അടിച്ചു തായ്ക്കുമ്പോൾ അതിന്റെ അഗ്രം എന്ത് ചെയ്യും? ചതയും. ഈ അഗ്രം ചതഞ്ഞ പൈപ്പ് കൊണ്ടുള്ള ഇടിക്ക് സമാനമായിട്ടുള്ള മുറിവാണ് ഇദ്ദേഹം കടിച്ചു എന്ന് പറയുന്നത്. അതായത് ജിഷയെ അമീറുൽ ഇസ്ലാം കടിച്ചു എന്ന് പറയുന്ന മുറിവിന് സമാനമായിട്ടുള്ളത്. അതായത് ഒരു മനുഷ്യന്റെ വാ തുറന്ന് കടിക്കാൻ അത്രത്തോളം വിട്ട് കടിക്കാൻ സാധിക്കില്ല. കാരണം നമുക്കൊക്കെ എത്ര വലിപ്പത്തിൽ കടിക്കാൻ സാധിക്കും ഒരാളെ? നമ്മുടെ വായെന്ന് വിദേശികൾക്ക് കുറച്ചുകൂടെ വാ തുറക്കാൻ സാധിക്കും. പക്ഷേ ഇന്ത്യക്കാരുടെ പൊതുവെയുള്ള ഒരു വായുടെ ഒരു വിസ്തൃതി ഉണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന കടിച്ചു എന്ന് പറയുന്ന പാടിന്റെ വിസ്തൃതിയും അതുമായിട്ട് യാതൊരു പരസ്പര ബന്ധമില്ലാത്ത ഒന്നാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മൾ പൂർണ്ണമായിട്ട് ഇയാളല്ല പ്രതിയെന്നോ ഇയാളാണ് പ്രതിയെന്നോ പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന സാക്ഷര കേരളത്തിന് ഈ ഏതാണ്ട് 80% പേർക്ക് ഈ കേസിൽ സംശയമുണ്ട്. ലോക്നാഥ് ബെഹ്റയും TP സെൻകുമാറും തമ്മിൽ ഒരു മത്സരം, ഒരു പ്രശ്നം അവിടെ അരങ്ങേറിയിരുന്നു. അവിടെ രണ്ട് DGPമാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു അവസ്ഥ ഈ കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഒരു അധികാര മാറ്റത്തിന് കാരണമായിട്ടുള്ള ഒരു കേസാണ്. UDF-ൽ നിന്നും LDF-ലേക്ക് അധികാര മാറ്റത്തിന് വരെ കാരണമായിരിക്കുന്ന ഒരു കേസാണ്. പിന്നെ കേരള രാഷ്ട്രീയം എത്രത്തോളം പിന്നാമ്പുറ കഥകൾ ഉള്ളതോ ഒന്നാണെന്ന് അറിയാമല്ലോ. നേരത്തെ ഉണ്ടായിരിക്കുന്ന ചാരക്കേസ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഇപ്പോൾ CBI കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന്റെ ലൈംഗിക താല്പര്യത്തിന് ഒരു സ്ത്രീ നിന്നു കൊടുക്കാത്തതിന്റെ പേരിൽ മാത്രം ഇവിടുത്തെ ശാസ്ത്രജ്ഞരെ പിടിച്ച് അകത്തിട്ട് ഇടിച്ചവരാണ് ഈ കേരള പോലീസിലെ ഉദ്യോഗസ്ഥരെന്ന് CBI കണ്ടെത്തി. നമ്മൾ പറഞ്ഞതല്ല, CBI കണ്ടെത്തി. CBIയുടെ കുറ്റപത്രം പറയുന്നു, വിജയൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന് ഒരു സ്ത്രീ നിന്നു കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇവിടെ ചാരക്കേസ് ഉണ്ടായതെന്നും ചാരക്കേസ് കെട്ടിച്ചമച്ചതെന്നും ഒരു CBIയുടെ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഇവരെയൊക്കെ കുറ്റക്കാരാണെന്ന് ഇപ്പോൾ CBI പറഞ്ഞിരിക്കുന്നു. അത്രത്തോളം ഉള്ളുകളികൾ ഉള്ള ഒന്നാണ് കേരള രാഷ്ട്രീയം. കേരള രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ മാറ്റത്തിന് ഈ കേസ് കാരണമായിട്ടുണ്ട്. അതിൽ ഇല്ലാത്തൊരു പ്രതിയെ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നുള്ളതാണ് നമ്മുടെ ഒരു നിയമവ്യവസ്ഥയുടെ ഒരു ചിന്താഗതിയായിട്ട് നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട, നമ്മുടെ നിയമവ്യവസ്ഥയുടെ നെടുന്തൂണായിട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. 100 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത്. അമീറുൽ ഇസ്ലാം നിരപരാധിയാണോ എന്നുള്ള കാര്യം
നമ്മൾ നിരപരാധിയാണോ കുറ്റവാളിയാണോ ഒന്നും പറയുന്നില്ല. പക്ഷെ ഈ പറയുന്ന പൊതുസമൂഹത്തിന് സംശയങ്ങൾക്ക് ഉത്തരം നൽകേണ്ട, ദൂരീകരിക്കേണ്ട കാര്യം ഇതെല്ലാം കേസിന്റെ കാര്യമാണ്. കേസിന്റെ വിചാരണ കഴിഞ്ഞല്ലോ, ഇനിയെങ്കിലും മറുപടി പറഞ്ഞൂടെ? ഇത്തരം ചോദ്യങ്ങൾക്ക് പോലീസിന് റിട്ടയർ ആയല്ലോ. എത്ര ഉദ്യോഗസ്ഥർ ഈ കേസ് അന്വേഷിച്ച എത്ര ഉദ്യോഗസ്ഥർ റിട്ടയർ ആയി? എന്തുകൊണ്ട് ഇവരാരും ഇത് ചെയ്യുന്നില്ല? ഇവർക്കെല്ലാവർക്കും ഈ അന്വേഷണത്തിന്റെ മികച്ച രീതിയിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയ്ക്ക് ഇവർക്കൊക്കെ കൊണ്ടുപോയി എന്ത് ചെയ്തു കൊടുത്തു? ഈ പോലീസിലൊരു സാധനമുണ്ട് കേട്ടോ, അതായത് ഈ തട്ടിക്കൂട്ടിയ കേസുകൾ അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ ഇവരെ എല്ലാവർക്കും ഞാൻ ആദരിച്ചിട്ട് ഇവർക്ക് കുറച്ച് ഇൻക്രിമെന്റും അന്വേഷണത്തിൽ മറ്റേ ഈ സ്ഥാനക്കയറ്റമൊക്കെ കൊടുക്കും. അതെന്തിനാ കൊടുക്കുന്നതെന്ന് അറിയാമോ? ഇവൻ ഇനി സർവീസിൽ നിന്ന് റിട്ടയർ ആയി വന്നിട്ട് ഈ കേസിനെ തള്ളി പറയരുത്, വായടപ്പിക്കുക എന്നതാണ് ഇതിനെ പോലീസിനുള്ളിൽ പറയുന്ന ഒരു സാധനം. ഇവിടുത്തെ ജിഷയല്ല, വിദേശ വനിതയുടെ കേസിലൊക്കെ പോലീസുകാരെ കൂട്ടത്തോടെ അതിലെ നടന്നുപോയ വഴി കൂടെ പോയ പോലീസുകാരനെ, അതായത് ഇവരെന്താണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ജനലിൽ കൂടെ പോയി എത്തി നോക്കിയ ഉദ്യോഗസ്ഥരെ വരെ പിടിച്ചുകൊണ്ടുവന്ന് ആദരിച്ചിട്ടുണ്ട് ഇവിടുത്തെ DGP ആയിട്ടുള്ള ലോക്നാഥ് ബെഹ്റ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഈ പറയുന്ന പൊതുസമൂഹത്തിന്റെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടണം. അതെന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ആഴ്ചയിലുള്ള ഒരു കേസാണ് പ്രധാനം. ഈ കഴിഞ്ഞ ആഴ്ച കേരള ഹൈക്കോടതി കുണ്ടറയിൽ മരണപ്പെട്ട ഒരു സ്ത്രീയുടെ കൊലപാതകത്തിൽ 1 പതിറ്റാണ്ടോളം ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിയെ വെറുതെ വിട്ടു എന്ന് മാത്രമല്ല, പ്രോസിക്യൂഷനെ ഹൈക്കോടതി ആട്ടി മര്യാദയ്ക്ക് 5 ലക്ഷം രൂപ ഇയാൾക്ക് നഷ്ടപരിഹാരം കൊടുത്തോണം എന്ന് ഹൈക്കോടതി വിധിച്ചു. അതായത് തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുന്നു എന്നല്ല കോടതി പറഞ്ഞത്. ഒരാളെ പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് യാതൊരു അടിസ്ഥാനമില്ലാതെ ശിക്ഷിച്ചതിന് ഇവിടുത്തെ കോടതി ഈ പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞ കേരള ഹൈക്കോടതി ശിക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സംശയങ്ങൾ ദൂരീകരിക്കപ്പെടണം. ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. നമ്മൾ ഇപ്പോഴും പറയുന്നു, നമ്മൾ പൊതുസമൂഹത്തിന്റെ സംശയങ്ങളും ആശങ്കകളും ഒപ്പം അതിനെ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലും ആണ് നമ്മൾ ഈ കാര്യത്തെ വിശകലനം ചെയ്തിട്ടുള്ളത്. നന്ദി.